എല്ലാവരെയും സ്വാഗതം ചെയ്തതിൻ്റെ ഒരു ഇതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ നമ്മുടെ അധ്യാപകരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മല്ലിക ടീച്ചർ, ദിലീപ് മാഷ്, രാജീവ് സാർ, എൻ ചാക്കോ മാഷ്, വേദിയിലേക്ക് സ്വാഗതം. അധ്യാപകർക്കുള്ള ഉപഹാരങ്ങൾ സമർപ്പിക്കാൻ ആദ്യം അമിതയെ ക്ഷണിക്കുന്നു. ആദ്യമായി പ്രാർത്ഥന ഓക്കെ ഞാൻ തിരക്കിലായിരുന്നു. ഞാനത് കൊണ്ടുകൊടുത്തു. അറിവിന്റെ ഹൃദയാകാശത്തിലനുദിനം നീ വന്നുദിക്കൂ. അജ്ഞാനമാകും അന്ധകാരത്തെ അകറ്റുവാനെന്നും തുണയ്ക്കൂ. അറിവിന്റെ സൂര്യ ഹൃദയാകാശത്തിലനുദിനം നീ വന്നുദിക്കൂ. അജ്ഞാനമാകും അന്ധകാരത്തെ അകറ്റുവാനെന്നും തുണയ്ക്കൂ. വെള്ളിക്കതിരുകൾ നീട്ടി നീട്ടി ഉള്ളിൽ നീ വന്നണയുമ്പോ, വെള്ളിക്കതിരുകൾ നീട്ടി നീട്ടി ഉള്ളിൽ നീ വന്നണയുമ്പോൾ, എല്ലാരും ഒന്നെന്ന സ്നേഹഗീതത്തിൽ പല്ലവി ഞങ്ങൾ പാടുന്നു. സ്നേഹഗീതത്തിൻ പല്ലവി ഞങ്ങൾ പാടുന്നു. അറിവിന്റെ സൂര്യ ഹൃദയാകാശത്തിലനുദിനം നീ വന്നുദിക്കൂ. അജ്ഞാനമാകും അന്ധകാരത്തെ അകറ്റുവാനെന്നും തുണയ്ക്കൂ. അജ്ഞാനമാകും അന്ധകാരത്തെ അകറ്റുവാനെന്നും തുണയ്ക്കൂ. അപ്പൊ ഈ മുല്ലനേഴിയുടെ അറിവിന്റെ സൂര്യ എന്നുള്ള കവിതയാണ് സ്ഥിരമായിട്ട് നമ്മൾ പ്രാർത്ഥനയായിട്ട് ഒരു നിമിഷം എല്ലാവരും എണീറ്റ് വെക്കണം. നമ്മുടെ എല്ലാത്ത ടീച്ചറൊന്ന് അനുസ്മരിച്ചിട്ട് നമുക്ക് ചടത്തും.
ഇനി ഓരോ മാഷന്മാർക്കും എല്ലാവരും ഓരോ ഉപഹാരങ്ങൾ ആദ്യം അമിത ക്ഷണിക്കുന്നു ഉപഹാരം കൊടുക്കുന്നതിന്. അപ്പൊ ഫോട്ടോയിൽ വരില്ലല്ലോ. അവിടെ നിൽക്കുന്നില്ലേ? അടുത്തതായി ഗംഗാദേവി. സിനി. ചാക്കോമാഷക്ക് ഉപഹാരം കൊടുക്കുന്നു സിനി. മല്ലിക ടീച്ചർക്ക് ഉപഹാരം കൊടുക്കാൻ ശാലിനിയെ സ്വാഗതം ചെയ്യും. അടുത്തതായി ദിലീപ് മാഷെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഹലോ, നമുക്ക് മൈക്കൊന്നും വേണ്ടല്ലേ? ശരി, എന്റെ സൗണ്ട് ഒന്നും ഇപ്പോഴും പോയിട്ടില്ല. സൗണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട്. കാരണം പഴയ നമ്മുടെ ഓല മേഞ്ഞിട്ടുള്ള കാരണം അപ്പുറത്തെ സൗണ്ടിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്റെ സൗണ്ടിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ളവരും സൗണ്ടിനെ ഓവർകം ചെയ്യാനായിട്ട് ഞാനും. അത് ഇപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്വകാര്യം പറയാൻ പറ്റില്ല ഇപ്പോഴും. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ കേൾക്കും. അതാണ് ഇപ്പോഴത്തെ അതായത് അല്ല അത് ആ സൗണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തില് ഉറക്കെ സംസാരിച്ചത് കൊണ്ട് സൗണ്ട് ഇപ്പോഴും വീട്ടിലിപ്പോഴും പറയും. ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തിനും എത്ര ഉറക്കെ സംസാരിക്കുന്നു കഴിയും. പക്ഷെ നമ്മളത് നാച്ചുറലി അത് അങ്ങനെ ആയിപ്പോയി. എന്തായാലും ഒരു 23 വർഷങ്ങൾക്ക് ശേഷം 23-24 വർഷത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോയിട്ട് പലരെയും നമ്മൾ പല ഒക്കേഷനിലൊക്കെ കാണാറുണ്ട്. ഇപ്പം ഇതിനൊക്കെ ഞങ്ങൾ ഫാമിലി സർക്കിളായിട്ട് ബന്ധമുള്ള കാരണം കൊണ്ട് ഒക്കേഷനിലൊക്കെ കാണാറുണ്ട്. അതുപോലെ പിന്നെ ഇപ്പം അങ്ങനെ പിന്നെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാറുണ്ട്. കാരണം വയലിലേക്ക് പോകുമ്പോഴും പിന്നെ അവിടെ നിന്ന് മാറിയിട്ടില്ല. ഇപ്പൊ കരുവാങ്ങള് മറ്റേ കടയോ വീട്ടിലേക്ക് മാറ്റി. ഞാനൊരു ദിവസം ഒരു പ്രോഡക്റ്റ് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവിടെ അവരുടെ മോഡി കെയറിന്റെ ഒരു പ്രോഡക്റ്റ് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവിടെ വെച്ചിട്ട് കണ്ടത്. പിന്നെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് കാണാറുണ്ട്, മാങ്ങാട്ടുകര മേഖലകളിലൊക്കെ വെച്ചിട്ട് കാണാറുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊന്നും ഇനിയിപ്പോ എനിക്ക് ചിലപ്പോ കണ്ടിട്ട് ചിലപ്പോ മനസ്സിലായിണ്ടാവില്ല. പിന്നെ പലരും ചിലപ്പോ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഹൃദം പങ്കിടാനായിട്ട് അധികം ആൾക്കാർ ചിലപ്പോ വരാറില്ല. പഴയ ഓർമ്മ വെച്ചിട്ടേ സൗഹൃദം പങ്കിടാനായിട്ട് പലരും എന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കുട്ടികളെ നമ്മള് വായോ നമ്മള് അത് അല്ല പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കും. ഇപ്പൊ സിനി പറയുന്നുണ്ട് മാഷ മുതുകൊട്ടൂരൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. 2008 മുതൽ ഞാൻ മുതുകൊട്ടൂരുണ്ട്. 2008 ജനുവരിയിലാണ് ഞാൻ അവിടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നത്. അതിനിടയ്ക്ക് തന്നെ കുറച്ച് നാൾ പുള്ളിശ്ശേരിയിലേക്ക് മാറിയത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2008 മുതൽ ഭൂരിഭാഗം വർഷങ്ങളിലും ആ മുതുകൊട്ടൂർ സെന്ററിൽ അവിടെ കിടന്നിട്ട് കറങ്ങുന്നുണ്ടാവും. അതായത് അത് പിന്നെ രാവിലെ ഒരു 10 മണിക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണി 2 മണി ആകുമ്പോഴേക്കും പോവുകയും ചെയ്യും. ഒരു ചെറിയ ഒരു സെറ്റപ്പുള്ള ഒരു ഇതാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വേദി ഈ പങ്കിടാനും അതുപോലെ തന്നെ അതിലേക്ക് ഞങ്ങളെയൊക്കെ ക്ഷണിക്കാനും നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ ഒരു മനസ്സിനെ നമ്മൾ ആദ്യമേ അഭിനന്ദിക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ പല ബാച്ചുകളുടെ ഗെറ്റ് ടുഗദറുകൾ നടത്താറുണ്ട്. പലരും ഇതുമാതിരി വന്നിട്ടുണ്ട്. എല്ലാം വളരെ സന്തോഷപൂർവ്വമാണ്. അതായത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വെക്കണം കൂടി ഉണ്ടെങ്കിലും ഇന്നിപ്പോ നമ്മൾ അങ്ങനെയല്ലല്ലോ. ഇന്നിപ്പോ നമ്മൾ നിങ്ങളും നിങ്ങളേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി നിങ്ങൾ നീങ്ങും, ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ഞങ്ങളും നീങ്ങണം. അപ്പൊ അതൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്തു. അതാണ് അന്നത്തത്. അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥാപനം നമുക്ക് നിലനിർത്താനായിട്ട് കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വളരെ നിസ്സാര തെറ്റുകളായിരിക്കാം. പക്ഷെ നമുക്കത് അറിയാം, ഉള്ളിലറിയാം ഇതൊക്കെ ഇത്രയൊക്കെയുള്ള കാര്യം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതിനേക്കാൾ വലിയ കുസൃതിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങള്. ഈ രാഷ്ട്രീയത്തിലായിട്ടും അങ്ങനെയായിട്ടും ഒക്കെ ചെയ്തിട്ടുള്ള. അപ്പൊ നമുക്ക് അത് ക്ഷമിക്കാനും മറക്കാനൊക്കെ നമുക്ക് പറ്റും. കാര്യം ഇതൊന്നും അത്ര വലിയ കാര്യമില്ല എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ ഒരു സ്ഥാപനത്തിന്റെ മേലധികാരിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. അതാണ്. അതിലിടയ്ക്ക് ചിരി പോലും മറന്നുപോയി ഞാൻ പണ്ട് അന്വേഷിച്ച് ചെന്നപ്പോ അല്ല അത് കഴിഞ്ഞപ്പോ എന്റെ വൈഫിനോട് ചോദിച്ചു, മാഷ് ചിരിക്കാറുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അത് അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അതൊക്കെ ആ കാലഘട്ടമാണ്. ഇന്നിപ്പോ നിങ്ങളും കുടുംബ നാഗന്മാരായി, കുടുംബനാഥകളായി, അതുപോലെ തന്നെ ഫാമിലി ലൈഫിലെ അതിന്റെ ഗുണവും ദോഷവും ഒക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളും ഞങ്ങളും. നിങ്ങളെക്കാൾ കുറച്ച് മുൻപ് ഞങ്ങൾ അനുഭവിച്ചു തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെയുള്ളൊരു റിലാക്സ്, നമുക്ക് മനസ്സിന് എപ്പോഴും ഒരു സന്തോഷം നിലനിർത്തും. മനസ്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതൊക്കെ മാനസികമായിട്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാനസികമായിട്ട് തന്നെ നേരിടാൻ പറ്റും. അപ്പോൾ അത്തരം ഒരു അവസ്ഥകൾ, ഇത്തരം കൂടിച്ചേരലുകൾ അതിനൊക്കെ വളരെയധികം നല്ലൊരു മരുന്നാണ്. നമ്മുടെ സുഹൃത്തുക്കളായിട്ട് കുറച്ചു നേരം അതായത് നമുക്ക് സന്തോഷം തരുന്ന കുറെ ഹോർമോൺസ് ചിലരൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ള കണ്ടുള്ളതാണ്. ഒരുപാട് ഹോർമോൺസ് ഒക്കെ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. ഇതിനൊക്കെ ഒന്ന് ഉത്തേജിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഇത്തരം കൂടിക്കാഴ്ചകൾ, അതിന്റെ പേരൊന്നും ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല, അത്തരം ഹോർമോണുകളൊക്കെ ഉത്പാദിപ്പിക്കും. അത് നമുക്ക് വളരെ നല്ല എനർജി പ്രൊവൈഡ് ചെയ്യും. മനസ്സിന് സന്തോഷവും അതുപോലെ തന്നെ കാര്യം. മനസ്സിന് സന്തോഷം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം കൂടിച്ചേരലുകൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സ്ഥലത്ത് തന്നെ കൂടിച്ചേരണമെന്നില്ല. ഫോണിൽ കൂടിയൊക്കെ ആയിട്ട് അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. കാരണം പഴയ കുറെ ഓർമ്മകൾ, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളായിട്ട്, നല്ല സുഹൃത്തുക്കളായിട്ട് നമുക്ക് അത് ഷെയർ ചെയ്യാം. അത് ഷെയർ ചെയ്ത് കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മൾ പലരും ഇപ്പൊ ഇന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞ കൗൺസിലിങ്ങിനൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭ്രാന്തിന് ചികിത്സിക്കാൻ പോകണമായിരിക്കണമെന്ന് പറയാം. ഇന്നിപ്പോ അങ്ങനെയല്ല. നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. SLC പരീക്ഷയ്ക്ക് എത്തുമ്പോൾ മിക്കവാറും സ്കൂളുകാർ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. കാരണം ടെൻഷനുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗിന് പോകുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ല. കാരണം അവർക്ക് അതിന്റെ ആ രീതി അറിയാം. ശാസ്ത്രീയമായിട്ട് ഈ പ്രശ്നങ്ങൾ അവർ നമുക്ക് പരിഹരിച്ചു തരും. അതുപോലെ തന്നെയാണ് നല്ല സുഹൃത്തുക്കൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് കേട്ട് അതിനുള്ള പരിഹാരങ്ങൾ അവർ നിർദ്ദേശിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് അല്ലെങ്കിൽ നല്ല അധ്യാപകരുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ അധ്യാപകരുടെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രശ്നങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ നമ്മൾ പറയുമ്പോൾ അതിൽ കൂടെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ അവർക്ക് തരാനായിട്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. എന്തായാലും എല്ലാവരെയും കണ്ടതിലും വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ സൗഹൃദങ്ങൾ കാലങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട്
അടുത്തതായി ഇനി നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടുന്ന ഒരുപാട് കാലത്ത് 23 വർഷം പിന്നിട്ട് നമ്മൾ ഈ ഒരു വേദിയിലിരിക്കുമ്പോൾ ഇനി നമ്മൾ ആ പഴയ കാലം പിന്നെ ഈ പുതിയ കാലത്തേക്കുള്ള കാര്യങ്ങൾ രാജീവ് മാഷ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. പഴയ കാലം ഇങ്ങനെ ഇപ്പോൾ കുറേശ്ശൊക്കെ ഓർമ്മ വരുന്നുണ്ട്. സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ബിജോയിനെ നമ്മൾ ഫേസ്ബുക്കിൽ കൂടെയാണ് കൂടുതൽ കാണുക. അതുപോലെ മിഥുനെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തികളാണ്. പിന്നെ നിങ്ങളൊക്കെ പലരും നമ്മൾ കാണാറില്ല. എന്നാൽ ഇയാളുടെ പേര് പറഞ്ഞ് പ്രവി കണ്ടശാല വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ പോയി അങ്ങോട്ട് പോയി പറയാൻ അപ്പോഴാണ് എന്നെ മനസ്സിലായെന്ന് പറഞ്ഞു. എൻ്റെ ഹെൽമെറ്റ് വെച്ചു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇപ്പോൾ ആണ് ഇവരൊക്കെ കാണുന്നത്. പലരെയും നമ്മൾ നല്ല ഓർമ്മകളായിരുന്നു ഞാനും നിങ്ങളും തമ്മിൽ ഉണ്ടായതെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? പരമാവധി ശാസിക്കുക അല്ലെങ്കിൽ ദ്രോഹിക്കെങ്കിലും ഒരു സൗഹൃദം, എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തിയിരുന്നു. ഒരു ഇതാണ് ഇപ്പം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതൊരു ഘടകമാണല്ലോ. അപ്പോൾ റിസൾട്ട് കുറേ മോശമായി, നിങ്ങൾ കുറേ കുട്ടികൾ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിനൊരു നിലനിൽപ്പിനെ ബാധിക്കും. വ്യക്തിപരമായിട്ട് നമുക്കുണ്ടല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമുക്കതിനൊരു എന്താ പറയുക, ഒരു ഉയർച്ച, പ്രൊഫഷണലി നമുക്കൊരു ഉയർച്ച വരണം എന്നുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഞാനൊക്കെ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സീനിയർ ലീവിന് മുമ്പായിരിക്കും നമ്മുടെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സീനിയർ ഇല്ലാത്ത സമയത്തായിരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടുക. സീനിയറുള്ള നേരത്ത് അവർ നമ്മളുടെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പോൾ അവർ ലീവിന് പോകുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവരില്ലാത്ത സമയത്ത് നമ്മൾ കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്രൊഫഷണൽ രംഗത്ത് കുറച്ചും കൂടി നേട്ടം ഉണ്ടാക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള ശിക്ഷണ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തി പോന്നിട്ടുണ്ട്. എല്ലാവരോടും നല്ല ബന്ധം വളരെ 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നത്, പലരെയും വീണ്ടും കാണുന്നത്. എന്തായാലും എല്ലാവരെയും കണ്ടതിൽ വലിയ രൂപമാറ്റമൊന്നുമില്ല. ഇപ്പം ഞങ്ങളുടെ ഒരു 10ാം ക്ലാസ്സിൻ്റെ ബാച്ച് ഇപ്പോൾ അടുത്ത് ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു അവിടെ SNGS ആദ്യത്തെ ബാച്ച്. വന്ന് ഈ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. പലരെയും കണ്ടുമുട്ടാനായിട്ട് ഇപ്പം അങ്ങനെ പലരും ഇങ്ങനെ കണ്ടുമുട്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇപ്പം ഞങ്ങൾ ഇപ്പം കഴിഞ്ഞ വർഷം ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും അച്ചാച്ചന്മാരും അമ്മമാരൊക്കെ 54 വയസ്സിൻ്റെ ഒരു ഇതുണ്ട്. ചില ആളുകൾ അവരുടെ ജീവിത സാഹചര്യവും ജീവിത രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആ യൗവനം കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അവരുടേതായ ഒരു ജീവിതത്തിലുണ്ടല്ലോ, നമുക്ക് പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോവുക. അപ്പം ചില ആളുകൾ അവരുടെ ശരീരത്തെയും അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യത്തെയും ഒക്കെ സൂക്ഷിക്കാനായിട്ടുള്ള സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള അവസരമില്ലാതെ വന്നാൽ അത്തരം ആളുകളെ നമ്മൾ നോക്കുമ്പോൾ കുറേ വയസ്സ് ആയി തോന്നും. പക്ഷെ എങ്കിലും നമ്മളും അതുപോലെ തന്നെ നമ്മളും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അതെല്ലാവരും അത് സംരക്ഷിക്കുക. ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര പരാജിതനാണ്. സ്വയം ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ
ഭാര്യ ഡയറ്റീഷ്യനുമായിട്ട് കൂടിയിട്ട് ഞാൻ ഇത്രയും തടിയും ഇതൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വൈഫ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്നോട് വരണ്ടെന്ന് പറയും. കാരണം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മോശമാണത്. സ്വന്തം ഭർത്താവ് ഇത്തരത്തിലുള്ള തടിയും ഉടമയൊക്കെ ആയിട്ട് അല്ല, അപ്പൊ അവര് വരണ്ടെന്ന് പറയും. ഹോസ്പിറ്റലിലേക്ക് എന്നോട് പറയും, നിങ്ങൾ ആ ഭാഗത്തേക്കൊന്നും വരരുത് കേട്ടാ എന്ന് പറയും. അപ്പൊ അത് ഇങ്ങനെയാണ്. പിന്നെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. വലിയ പ്രതിസന്ധികൾ കടന്നുപോയി അതിനതിജീവിച്ച് ഒന്നാണ് മരണത്തിനോട് ഏറ്റവും അടുത്ത് മരണത്തിനെ ശരിക്ക് ദർശിച്ച് അതിൽ നിന്നും രക്ഷപ്പെട്ട് ഏകദേശം ഒരു 4-4.5 വർഷത്തോളം അല്ല 4.5 മാസത്തോളം ഹോസ്പിറ്റലിൽ, അതിൽ 2 മാസത്തോളം ICU, അതുപോലെ തന്നെ കോമ സ്റ്റേജിലൊക്കെ കിടന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് വന്ന ഒരു ഭാഗ്യവാൻ കൂടിയാണ് ഞാൻ. അതുപോലെ തന്നെ വളരെ ചെറിയൊരു കുഞ്ഞിനെയും നമുക്കിപ്പോൾ ഈ പ്രായം കൂടിയ സമയത്ത് താലോലിക്കാനായിട്ടുള്ളൊരു സൗഭാഗ്യവും കിട്ടി. വളരെ രസമാണത്. ഒരു വയസ്സ് നമ്മൾ ഇത്രയ്ക്കും പ്രായമൊക്കെയായിട്ട് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെയൊരു സൗഭാഗ്യം ഉണ്ടായി. വേറെ 3 മക്കളാണുള്ളത്. 2 മക്കള് അക്കാദമിക് രംഗത്ത് തന്നെ വലിയ നിലവാരം പുലർത്തിക്കൊണ്ട് പഠിക്കുന്ന 2 കുട്ടികൾ. അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടിയുണ്ട്, 1ൽ പഠിക്കുന്നു. അങ്ങനെ 3 കുട്ടികളും ഞാനും ഭാര്യയായിട്ട് ഉള്ള ഒരു ജീവിതം. ചെറിയൊരു ഇൻറ്റീരിയർ ബിസിനസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീടുമ്മ എന്തെങ്കിലുമൊക്കെ ഇൻറ്റീരിയറോ ഒക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക. മാർക്കറ്റിങ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പം എല്ലാവരെയും കണ്ട് ഞാൻ പഠിച്ച വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ട്രഡീഷണൽ കാർപ്പൻ്റർ ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്തും സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഗൾഫിൽ പോയിട്ടും ഈ മേഖലയിലാണ് ജോലി തരപ്പെട്ട് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെയാണ് നമ്മൾ ഈ മേഖലയിൽ കൂടുതൽ വന്നത്. ഇപ്പം കുറച്ചും കൂടി നമ്മൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു ആർജവം ഗൾഫിൽ പോയപ്പോൾ കിട്ടി. എന്തായാലും എല്ലാവരെയും 10-23 വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയതിൽ ഇപ്പോൾ ചാക്കോ മാഷും ദിലീപ് മാഷൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുമുട്ടുന്ന ആളുകളാണ്. നിങ്ങളെ ആദ്യമായിട്ടാണ് ഇപ്പോൾ 23 വർഷത്തിന് ശേഷമായിട്ടാണ് ഒരുപാട് ആളുകളെ കണ്ടത്. സുബിനൊക്കെ നമ്മൾ ഇങ്ങനെ ഇതേമാതിരി ഗൾഫിൽ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലേ? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഗൾഫിലും നമ്മൾ ഇതേമാതിരി ഇത്തരത്തിലുള്ള പൊതു ആക്ടിവിറ്റികളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട് പല വേദികളിൽ ഇവരൊക്കെ കണ്ടുമുട്ടാറുണ്ട്. നിങ്ങളെല്ലാവരെയും ഈ വേദിയിൽ ഒരുമിച്ച് മുഴുവൻ ആളുകളില്ലെങ്കിൽ കൂടിയും ഉള്ള ആളുകളെ കണ്ടുമുട്ടിയതിൽ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ബന്ധപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം, നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ഫംഗ്ഷനിലായിരുന്നു അത് തുടങ്ങിയ ഒരു തെറ്റുന്നറ അത് വീട്ടിലത്തെ ചേട്ടന്റെ മകളുടെ കുട്ടിയിൽ അവർ ആദ്യമായിട്ട് പോകണം. അപ്പൊ അത് 11 മണിക്ക് തുടങ്ങുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ പോയിട്ട് അല്ല ഞാൻ പെട്ടെന്ന് വരാം. അവിടെ ഫാമിലി സർക്കിളായ
പറ്റുമോ? സൈഡിലേക്ക് ബാക്കിലേക്ക് ആ ബോർഡിലേക്ക് കയറുന്നടാ. ആ അങ്ങോട്ട് കയറുന്നാ മതി. അങ്ങോട്ട് കയറുന്ന നന്നായിട്ടാ. ഇറങ്ങി ഒരു സെക്കൻഡ് ഓർമ്മകളിലേക്ക് മഞ്ഞ കോളേജ്. നിങ്ങൾ എല്ലാവരും ഒന്ന് അങ്ങോട്ട് നോക്കൂ. ഒരു സെക്കൻഡ് ഒന്ന് അങ്ങോട്ട് നോക്കിയാ. എല്ലാവരും ഒന്ന് അങ്ങോട്ട് നോക്കിയാ. എല്ലാവരും ഓക്കെ. കുഴപ്പമില്ല. ഓക്കെ ടാ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മള് കേക്ക് മുറിക്കാൻ പോകാം. വീണ്ടും ഓർമ്മകളിലേക്ക് മഞ്ഞ കോളേജ് 1998-2001 ബാച്ച്. ഓക്കെ, ക്രിസ്മസിന് തന്നെയല്ലേ കേക്ക് മുറിച്ച് അങ്ങനെ എല്ലാവരും അയ്യോ വല്ലാണ്ട് ഇതൊരു അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ ഭയങ്കര നിയന്ത്രണങ്ങളുണ്ട്. വരാതിരിക്കാനായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. അവര് കട്ട് ചെയ്ത് അതെ കൊടുത്താൽ മതി. കട്ട് ചെയ്ത് വിളിച്ചോ? ഞാൻ വിളിക്കണോ? ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് പോരാട്ടാ. അവിടെ ഒന്ന് കെട്ട് നടക്കുമ്പോ ഹലോ എല്ലാവരും അവിടെ നോക്കിയാ സൈഡ് അത് കേക്ക് കൊണ്ടുവരും. അടുത്തതായി നമ്മളോട് നമ്മുടെ ചാക്കോമർ സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട്. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ചിരിയുടെ ഒരു പിശുക്കുള്ള ഒരാളല്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് അന്നൊന്നും ആ ചിരി ഒരു മരുന്ന് പോലെ തന്നെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ക്ലാസ് റൂമിൽ നമ്മൾ എടുക്കുന്ന സിലബസ് വളരെ ഡ്രൈ ആയിട്ട് എടുക്കുക എന്നുള്ളത് എനിക്ക് പണ്ടേയുള്ള ശീലമല്ല. ഞാനൊരു നാടകക്കാരനും കൂടിയാണ്, ആക്ടറൊക്കെ ആയതുകൊണ്ട് നാടക വർക്ക്ഷോപ്പിൽ കയറിയ പോലെയാണ്. മഞ്ഞയിൽ ഏത് കോളേജിലെ ക്ലാസ് റൂം നാടക വർക്ക്ഷോപ്പാണ്. അപ്പോൾ മേശമ കയറി ക്ലാസ് എടുക്കാൻ തോന്നിയ മേശമ കയറി എടുക്കും. അതിലൊന്നും മറ്റ് നിയതമായിട്ടുള്ള എന്താ പറയുക, ഒരു ഒഫീഷ്യൽ ഡിസിപ്ലിൻ ഒന്നും ഇല്ല. നമ്മളവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ബസ്സിലും അങ്ങനെ മോശമല്ല, അത്യാവശ്യം പരിചിതനാണെങ്കിലും പരിചയപ്പെട്ടിട്ടൊക്കെ വിട്ടുള്ളൂ. വെറുതെ വിടുന്ന പരിപാടിയില്ല. പിന്നെ ഇവിടെ ഒരു ഫാമിലി മൂഡാണ്. നമുക്ക് പൃഥ്വി മാഷ അത് എപ്പോഴും ഓർക്കും. പൃഥ്വിരാജ്
നമ്മൾ വിട്ടുപോയതിനെ കുറിച്ച് നമുക്ക്, കാരണം ഇത് വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തെ ലോകത്തേക്ക് നിരീക്ഷിക്കുന്ന ഒരാളായിരുന്നു. രാഷ്ട്രീയപരമായിട്ടും നല്ല ഡെപ്തുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോ അത് പുള്ളി അവിടെ ഓൾ ഇൻ ഓൾ അതിന്റെ ചാർജ്. ദിലീപ് മാഷ് എന്തൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ അത്യാവശ്യം മാഷ് ചിരിപ്പിച്ചിട്ടൊക്കെ വിടാറുള്ളൂ. ക്ലാസ് റൂമിൽ വലിഞ്ഞു മുറുകി പുള്ളി പ്രിൻസിപ്പൾ ആയിരിക്കുന്ന ഉത്തരവാദിത്തമെങ്കിലും നമ്മുടെ മുമ്പിലൊന്നും അത് ഇല്ല. നമ്മൾ ഫ്രീ ആകും. അതെങ്ങനെയാണ് എന്നാലും പക്ഷെ ആ പറഞ്ഞത് കറക്റ്റാ. ഒരു കൺട്രോള് കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഒരു ആളുണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ ഒരുപാടുണ്ട്. ബെന്നി മാഷ്, ജെയിംസ് അല്ലേ, നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കുറെ പേര്. ഷിബു വലിയൊരു ടീമായിരുന്നു. മന്യ കോളേജിന്റെ ടീം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം പുതിയതായിട്ട് വരുന്നവർ. ഗൾഫിൽ പോയി ഒരു മലയാള മാഷുണ്ടായിരുന്നു. അയ്യോ പേര് മറന്നുപോയി. ഗൾഫിൽ പോയി മലയാളം എടുക്കാൻ വന്നിരുന്നു. അപ്പോ ഒന്നിനൊന്നും മെച്ചപ്പെട്ടവരാണ്. അതിന് ഈ ഇന്റലിജൻസ് ബ്യൂറോ അതിലേക്ക് പോയ ഒരു മാഷുണ്ട് അല്ലേ, ബെന്നി. ആ പുള്ളിയൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. ജെയിംസ് ഉണ്ടായിരുന്നു. ജെയിംസ് മലയാളം പോയി. അവിടെയൊക്കെ കണ്ടുമുട്ടും. വേറെ ബാച്ചിന്റെ ഒരു ഗാദറിംഗിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് രണ്ട് പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ടീച്ചിങ്, പ്രൈവറ്റ് ആയിട്ടുള്ള ടീച്ചിങ് പ്ലസ് ഡ്രാമ, ഇത് ഇവിടെ ഇപ്പൊ മഞ്ഞയിലുള്ളപ്പോഴും ഞാൻ ഇവിടുന്ന് വിട്ടാൽ രാത്രിയൊക്കെ റിഹേഴ്സൽ ക്യാമ്പിലേക്കാണ് നേരെ. അപ്പൊ റിഹേഴ്സൽ ക്യാമ്പിൽ പോവാ. മൊത്തത്തിൽ 100-200 നാടകമൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്ലാനുകൾ മഞ്ഞയുടെ വർഷം വരുമ്പോൾ നാടകം ചെയ്യും. അപ്പൊ പിറ്റേ ദിവസം നമ്മൾ പാഞ്ഞം എത്തുകയാണ് ചെയ്യുന്നത്. ടൈം കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ദിലീപ് പോലെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളൊക്കെ ഉള്ള കാരണം തന്നെയാണ് മിക്കവാറും ദിവസം ടൈം കീപ്പ് ചെയ്ത് ഞാൻ എത്തിയിരുന്നത്. PTC-യിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ ആർട്സ് കോളേജിലൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞ് അരമണിക്കൂർ വൈകുന്നൊക്കെ പറയുന്ന ശീലമുണ്ട്. കാരണം ക്യാമ്പിൽ റിഹേഴ്സൽ രാത്രി കഴിഞ്ഞിട്ട് പിന്നെ പാഞ്ഞിങ് എത്തണം. പക്ഷെ ഇവിടെ വരുമ്പോ എന്തോ നമുക്ക് ടൈമിൽ വരണമെന്ന് ഇങ്ങനെ തോന്നുന്നു. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനകത്ത് ഉണ്ടായിരുന്നു. എന്നാലും മുഴുവൻ സമയം ഒന്നും കീപ്പ് ചെയ്തിട്ടില്ല. 5-10 മിനിറ്റ് ഒക്കെ വൈകിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഈ മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ മെമ്മറി റിവൈൻഡ് ചെയ്ത് പോകുമ്പോ അന്നത്തെ ചെറിയ മാറ്റങ്ങളാണെങ്കിലും പലരുടെ ഫേസ് തെളിഞ്ഞു വരുന്നുണ്ട്. പലരുടെ ഫേസ് അന്ന് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന, പ്രത്യേകിച്ച് ഇംഗ്ലീഷാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പോയട്രി ആണെങ്കിലും ഇങ്ങനെ ഇതേപോലെ ഫ്രഷാണ്. ഫ്രഷ് ലൈക്ക് ലെമൺ എന്നാണ് എൻ്റെ ഒരു രീതി. ലെമൺ മുറിച്ച പോലെ ഇരിക്കണം എപ്പോഴും, അല്ലെങ്കിൽ മൂസമ്പി മുറിച്ച പോലെ. അങ്ങനെ 2 കൺസെപ്റ്റാണ്. സായിപ്പിന്റെ ഒരു പ്രയോഗമാണ് മോർണിംഗ്, ഫ്രഷ് ലൈക്ക് എ മോർണിംഗ്, ഫ്രഷ് ലൈക്ക് എ ലെമൺ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്കത് ഹെൽത്തി ആയിരിക്കും. മരുന്ന് തന്നെയാണത്. ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന മനുഷ്യൻ നോക്കും, ജീവിതത്തില് പട്ടിണിയും പ്രാരാബ്ദവും തെരുവ്, ജർമ്മൻ തെരുവിൽ നിന്ന് വരുമ്പോഴും ലോകത്തെ മുഴുവൻ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാ ഡോക്ടേഴ്സും ചെയ്തേക്കാളും 10 ഇരട്ടി എനർജിയാണ്, ഹെൽത്താണ് പുള്ളിയുടെ സിനിമകളിലൂടെ കൊടുത്തത്. സാമൂഹ്യ വിമർശനമുള്ള സിനിമകൾ. എന്നാലും ചാപ്ലിന്റെ വളരെ പ്രശസ്തമായ മറ്റൊരു പ്രസ്താവനയുണ്ട്, എനിക്ക് മഴയത്ത് നിൽക്കാനാണ് ഇഷ്ടം, എന്റെ കണ്ണീർ മറ്റുള്ളവർ കാണില്ലല്ലോ. ആ മഴയെ കുറിച്ച് ഇതിലും കൂടുതൽ പറയാൻ പറ്റില്ല. മഴയെ കുറിച്ച് കവികൾ കുറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് മഴയത്ത് നിൽക്കാനാണ് ഇഷ്ടം, എന്റെ കണ്ണുനീർ മറ്റുള്ളവർ അറിയില്ലല്ലോ, കാണില്ലല്ലോ എന്ന് പറയുന്നത്. ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച മനുഷ്യനാണ്. അപ്പൊ ചാപ്ലിനൊക്കെയാണ് നമ്മുടെ ആ രീതിയിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്റെ ഗുരു എന്ന് പറയുന്നത്. സിനിമയായിട്ട് ആക്ടിങ്ങിന്റെ സ്ഥലത്തൊക്കെ നമ്മൾ എല്ലാ ഫിലിംസും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ തന്നെ ഒരു എവിടെ ഗ്രഹകാതരം കല്യാണമാണെങ്കിൽ എവിടെ ചെന്നാലും എങ്ങനെ ഈ ഭയങ്കര ഡെസ്പായിട്ടൊക്കെ ചിലവർ കാണും. ലോകത്തിന്റെ ഭാരം മുഴുവൻ തലയിൽ വെച്ചിട്ട് ആളോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ബുദ്ധനാകൂല. ബുദ്ധൻ അങ്ങനെ ചിരിക്കുന്ന ആളായിരുന്നില്ല. അപ്പൊ ബുദ്ധൻ 18 വർഷം ധ്യാനത്തിലിരിക്കുമ്പോ യശോദയും കുട്ടികളും ജീവിക്കുന്നുണ്ടാവും. അവിടെ ഡൈനിങ് കൃത്യമായിട്ട് നടക്കുന്ന യുദ്ധവും വാളൊക്കെ മൂർച്ച അവര് കൃത്യമായിട്ട് പോളിഷ് ചെയ്യുന്നുണ്ടാവും. അതൊന്നല്ല പുള്ളി ചിന്തിച്ചത്. ലോകത്തിന്റെ ദുഃഖം, അതിന്റെ കാരണം, അതുകൊണ്ടാണ് അയാൾ മഹാനാവുന്നത്. അയാൾ മഹാനായ ബുദ്ധൻ മഹാനാവുന്നത് എന്തുകൊണ്ടാണ്? ഈ അന്നത്തെ എത്രയോ ലക്ഷങ്ങൾ മനുഷ്യരുണ്ടായിരിക്കുള്ളൂ. 2500 വർഷം ചെറിയ കോടികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും മനുഷ്യരുടെ ദുഃഖമാണ്. അതൊരു അനയനത്തിന് മുറിവേറ്റു. അങ്ങനെയുള്ള തെരുവിലൂടെ പോകുമ്പോൾ പട്ടിണികളും പ്രാരാബ്ദ രോഗാതുരമായ മനുഷ്യരെ കണ്ടപ്പോഴാണ് അയാൾ കൊട്ടാരം വിട്ട് പോകാൻ ഒരു ഷോക്ക് കിട്ടുന്നത്. അതുവരെ കൊട്ടാരത്തിന്റെ അകത്താണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ബുദ്ധനിൽ നിന്നാണ്.
ക്രൈസ്റ്റ് അധികം ചിരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. എപ്പോഴും ചിരിച്ചെന്നായിരിക്കണം എപ്പോഴെങ്കിലും. ചിലപ്പോ അവസാന സമയത്തൊക്കെ അവൻ ചിരിച്ചിട്ടുണ്ടാവും. എന്റെ ഇടതുവശത്തിരിക്കുന്ന ആൾ എന്നെ ഇട്ട് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു ചിരി ചിരിച്ചിട്ടുണ്ടാവും. 10-12 ശിഷ്യന്മാരെ മുഴുവൻ പഠിപ്പിച്ചിട്ടും ഒരുത്തൻ സംശയാലു തോമസ് ലീഗ, ഒരുത്തൻ ഒറ്റുകാരൻ, ഒരുത്തൻ വാളൊക്കെ ഇട്ട് നടക്കുന്ന ആള് പീറ്റർ. ഞാൻ അതുകൊണ്ട് തന്നെ അതിനെ കുറെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അച്ഛന്മാരെ കഴിഞ്ഞ് ഞാൻ തല്ലൂടിയിട്ടുണ്ട്. പണ്ട് 10-16 വയസ്സ് കഴിഞ്ഞ് പിന്നെ സല്യൂട്ട് ചെയ്ത പ്രസ്ഥാനമാണ് ചർച്ച എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ ഗാന്ധി ചിരിച്ചുണ്ടാകണം. മഹാന്മാരുടെ ലിസ്റ്റിൽ എങ്ങനെയാണ് നെഹ്റു കറക്റ്റാ, നെഹ്റു നന്നായി ചിരിച്ചിരുന്നു. അതുകൊണ്ട് ചാച്ചാൻ അവർ കുട്ടികളെ കാണുമ്പോൾ ചിരിക്കുക. അപ്പൊ നമ്മളെപ്പോൾ ചിരി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ മരണക്കിടക്കയുടെ അടുത്ത് എല്ലാവരും വിലപിക്കുമ്പോൾ വീടുന്നൊന്നും ചിരിക്കാൻ പാടില്ല. മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട്, കാരണം നമ്മൾ മരണം വീട്ടിൽ പോയിട്ട് എല്ലാവരും ദുഃഖിതരാണ്, അവനെ ജനിപ്പിച്ച് കളയാം. പക്ഷേ ഈ നിങ്ങളൊരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് വല്ല ബ്യൂട്ടി പാർലറിൽ നിന്നൊക്കെ വന്ന് ആണോ പെണ്ണോ ഭയങ്കര സ്റ്റൈലായിട്ട് വരുന്നു. അപ്പോഴാണ് മരണ വാർത്ത അറിയുന്നത്. എന്ത് ചെയ്യാം, എന്നാ പിന്നെ പോയി കളയാം എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഭയങ്കര മേക്കപ്പിലാണ് അത് മാറ്റി വെച്ച് വരാന്നുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാം, ബ്യൂട്ടി പാർലറിൽ ഇറങ്ങുന്ന അടുത്താണ് മരണത്തിന്റെ വാർത്ത അറിയുന്നത്. അങ്ങനെ ഒരാള് അല്ലെങ്കിൽ ആണോ പെണ്ണോ അങ്ങനെ വന്ന് നിൽക്കുന്ന കാണുമ്പോ പെട്ടെന്ന് മാറ്റി അതിന്റെ കോസ് അന്വേഷിക്കില്ലാണ്. ഇന്ന കാരണത്താലാണ് പുള്ളി ഇറങ്ങി ഓടി വന്നത്. അതേപോലെ തന്നെ ഭയങ്കര സ്റ്റൈലൻ ഡ്രസ്സിൽ നിങ്ങൾ മുറ്റത്ത് വരുന്നു, ബോഡി കാണാനായിട്ട് കയറുന്ന കാക്ക നിങ്ങളെ ഈ സുന്ദരമായ വസ്ത്രത്തില് കാഷ്ടിച്ചാ മതി. പൊളിറ്റീഷ്യനാണെങ്കിൽ പറയും വേണ്ട, മൊത്തം ജനജി വഴുക്കലേറ്റ് വീണാലും മതി. അപ്പോ ഏതൊരു സിറ്റുവേഷനിൽ പോലും ഈ ചിരിയുടെ അംശം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മള് ദുരന്ത ഭൂമിയാണെങ്കിൽ പോലും ഉണ്ടാക്കി. അതുകൊണ്ടാണ് ചാപ്പിളിന്റെ മരണം പോലും അയാൾ ലോകത്തെ മുഴുവൻ ചിരിപ്പിക്കുന്ന രീതിയിൽ ചെയ്യിപ്പിച്ചു എന്നുള്ളത്. പലർക്കും അറിയില്ലായിരിക്കും എന്നുള്ളത്. കേട്ടിട്ടില്ലേ ചാപ്പിളി? ഞാൻ തന്നെ പറഞ്ഞിട്ട് അപ്പൊ അന്നത്തെ ക്ലാസ് റൂം തന്നെയാണ് ഇപ്പോഴും. ഇനി അറിയാത്തവർക്ക് കൂടി പറയാം. അദ്ദേഹം ഇങ്ങനെ ഒരു ചാരികശാലയിൽ ഇരുന്നിട്ടാണ് കേട്ടോ, എല്ലാവരും കേട്ടോ പറയണേ. അപ്പോ ആള് വൈഫ് 18 വയസ്സുള്ള യൂജീൻ ഓണിയലിന്റെ മോളാണ്. ഊന ഓണിയിൽ എന്ന് പറയുന്ന നടിയാണ്. യൂജീൻ ഓണിയിൽ എന്ന് പറഞ്ഞ വലിയൊരു അമേരിക്കൻ നാടകത്തെ എഴുത്തുകാരന്റെ മകളായിരുന്നു. അവസാന കാലത്ത് പുള്ളിയുടെ കൂടെ ആക്ട് ചെയ്ത പുള്ളിക്ക് 54-56 വയസ്സുള്ളപ്പോ അവസാന ഫിലിംസിൽ ആക്ട് ചെയ്ത് ഊന ഓണിയിലാണ്. അപ്പോ ഒരുപാട് ഡൈവോഴ്സുകൾ ലൈഫിലൊക്കെ ഉണ്ടാവും, ഒരുപാട് പ്രതിസന്ധികൾ കടന്ന ഒരാളാണ്. ഊനാളിയിലാണ് അയാളുടെ വൈഫ്, ലാസ്റ്റ് 5ാമത്തെ വൈഫാന്ന് തോന്നുന്നു. അപ്പൊ ഊണിയില് യാത്രയിലാണ്, എത്തിയിട്ടില്ല. അപ്പൊ ഇയാൾ 3 ദിവസമായിട്ട് റെസ്റ്റിലാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഈ ചാരികസരയിൽ കിടന്നിട്ടാണ് മരിക്കുന്നത്. അപ്പൊ അത് ഒരു ഇത്ര ദിവസം, ഒരു ഇത്ര മണിക്കൂർ, 24 hours ഇത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി എടുത്തില്ലെങ്കിൽ ഇങ്ങനെ ബോണൊക്കെ ഇങ്ങനെ സ്റ്റിഫാവും. അപ്പോ പുള്ളി ഇങ്ങനെ മരിച്ചു. അത് വളരെ പ്ലാൻഡാന്ന് കൂടിയാണ് പിന്നീട് മനസ്സിലാവുന്നത്. എവിടെയോ ഞാൻ മരിക്കുമ്പോൾ ലോകത്തെ ചിരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഭയങ്കര അവസ്ഥ മുന്നിൽ കാണുകയാണ്. ഇദ്ദേഹത്തിന്റെ ആൾക്കാർ ലോകത്തിലെല്ലാ ഷൂട്ടിങ് നിർത്തി വെച്ചു. ജനറൽമാരും ഇവരും രാഷ്ട്രീയക്കാരൊക്കെ വരികയാണ്. വന്നു ഊണിയിൽ വന്നു കാര്യങ്ങൾ അറിഞ്ഞ് അവള് വന്നപ്പോഴാണ് ഇത് കാണുന്നത്. ഈ ബോഡി നിർത്താതെ ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ബോഡി ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബോഡി കെടുത്തിയിട്ട് ഡോക്ടർമാരൊക്കെ ഉണ്ട്. പിന്നെ ബോൺ ഓപ്പറേറ്റ് ചെയ്ത് ചെയ്യുകയും കാലിങ്ങനെ പിടിക്കുമ്പോൾ തലങ്ങനെ വന്നു, തലങ്ങനെ പിടിക്കുമ്പോൾ കാല് വന്നു. വലിയ ജനറൽമാരൊക്കെ ഇതിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരൊക്കെ ഇങ്ങനെ. പക്ഷെ ഈ സാധനം കണ്ടോട്ടെ, ഇങ്ങനെ സീസും മറ്റേ മെഷീൻ പോലെ ഇങ്ങനെ വർക്ക് ചെയ്യണം. മനുഷ്യനാകും മരിച്ചു കിടക്കുന്ന ആളുകളിട്ട് അവിടെ ഒന്നും പൊട്ടിച്ചിരിക്കുന്നു. ഭയങ്കര ഒരു ജീനിയസ്, ഒരു അത്ര ദീർഘദർശിയാണ്. ഇത് വെച്ചിട്ട് നാടകം കൂടെ എഴുതപ്പെട്ടിട്ടുണ്ട് ആരൊക്കെ ഈ സംഭവം, ഗുരു ഇങ്ങനെ മരിച്ചു കിടക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ലോകമാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. കേരളം നമ്മൾ വേറെ അർത്ഥത്തില് യുദ്ധവും നമ്മൾ നേരിടാത്തൊരു ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചു ഇങ്ങനെയൊക്കെ ഗ്യാദർ ചെയ്യാൻ പറ്റും.
മിസൈൽ ഇങ്ങനെ കൊണ്ടുപോകും. ഉക്രൈനിലൊക്കെയാണെങ്കിൽ വാർപ്ലെയിൻ കൊണ്ടുപോകും. അപ്പോ ഇപ്പൊ മണിപ്പൂർ പോലും അല്ലെ, നമ്മുടെ കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ആ അർത്ഥത്തില് കുറെ ചെറുത്തന്മാരെ കൂടി ഉണ്ടെങ്കിലും ദൈവത്തിന്റെ രാജ്യം എന്നുള്ള രീതിയിൽ. അപ്പോ നമ്മള് ചുറ്റുപാടുകൾ അങ്ങനെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുക. പിന്നെ ലൈഫില് എല്ലാം അങ്ങനെ സന്തോഷം മാത്രം വരിക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുറവ്. കുറെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും. ഹാപ്പി ആയിരിക്കും, സാഡ് ആയിരിക്കും, രണ്ടും ചേർന്ന് വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, ലോകം കത്തിയിരിക്കുകയാണല്ലോ, അത്രയും നമ്മുടെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്കിവിടെ ഒരു നിപ്പോ ഒരു സുനാമി പ്രളയം ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഭൂതകാലം പറയുന്നത്, ഷോ എങ്ങനെ അതിജീവിക്കുന്നത്. അപ്പൊ കേരള ജനത സാമ്പത്തികമായിട്ടും മറ്റ് സംസ്ഥാനത്ത് വെച്ച് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം ജോലിയും കാര്യങ്ങളും ഗൾഫൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എക്കണോമിക്കലി റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് മികച്ച സിനിമകളുണ്ട്, മികച്ച നാടകങ്ങൾ. ഇത്രയും ഒരു വർഷം 5000-ഓളം നാടകങ്ങളുള്ള ഒരു സംസ്ഥാനം വേറെ ഇല്ല. കുട്ടികളുടെ UP, LP, ഹൈസ്കൂളിൽ നിന്ന് പിടിച്ചു പോകും. പ്രൊഫഷണൽ കോളേജും കേരളോത്സവവും സംഗീത അക്കാദമി ഞാൻ കൗണ്ട് ചെയ്ത്, ഞാൻ പലയിടത്തും സംസാരിക്കാറുണ്ട് ചേട്ടന് വന്നു. 5000-ഓളം നാടകങ്ങൾ ഒരു വർഷം ഉണ്ടാക്കപ്പെടുന്ന ഒരേ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ്. ഇത്രയധികം ചിൽഡ്രൻസ് തിയേറ്ററുള്ള സ്ഥലം, വലിയ നാടകം, ചെറിയ നാടകം, 10-250-ഓളം പ്രൊഫഷണൽ ട്രൂപ്പുകൾ ഓടി നടക്കുന്ന സ്ഥലം. പിന്നെ 3 ആക്ട് സ്കിറ്റ്, മൈമും കോമഡി ഷോകൾ, അതിന്റെ ആക്ടിങ് സൈഡ് വേറെ. ഇത്രയധികം മേളത്തിന്റെ ഇത്രയും പ്രമാണിമാരുള്ള സ്ഥലം, ഡാൻസിന്റെ ഒരുപാട് ഡോക്ടറേറ്റ് ചെയ്ത ആളുകൾ, മെതിൽ ദേവിക മുതല് കലാമണ്ഡലം ക്ഷേമ മുതല്. അപ്പൊ ആ തലത്തില് എല്ലാ തലത്തിലും എഴുത്തുകാരില്, കവികളില്. പിന്നെ ഇപ്പോ പണി മുറ സിനിമ കാണുമ്പോ കൊട്ടേഷൻ എന്നുള്ളപ്പോൾ അതുണ്ട്. ചരിത്രത്തിലേക്കില്ല, താമപുരത്തിലേക്ക് പോകേണ്ട പരിപാടികളാണ്. ക്രിയേറ്റിവിറ്റി മാത്രമാണ് കാലത്തെ അതിജീവിക്കുള്ളൂ. നമ്മുടെ വീട്ടിൽ ഇത്ര ടൈൽസ് ഇട്ടു, ഭയങ്കര സെറ്റപ്പ് ചെയ്തു, ഭയങ്കര സംഭവമാണ്, നമ്മൾ 3 നേരം ബിരിയാണി കഴിക്കുന്നു, നോ വൺ വിൽ റെക്കോർഡ് ഇറ്റ്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത സാധനം നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഔട്ട് ഒരു ക്രിയേറ്റീവ് അതായത് ഒരു എക്സ്പ്രഷൻ വന്ന് അതാണ് കാലത്തെ അതിജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാനൊക്കെ വന്നുമ്പോൾ ഷേക്സ്പിയർ എടുക്കുമ്പോൾ പറയില്ലേ, ഇറച്ചുവേട്ടുകാരന്റെ മോനായിരുന്നു. ഒരുപാട് പ്രഭുക്കന്മാരുള്ള 400 വർഷം മുമ്പുള്ള ഇംഗ്ലണ്ടാണ്. പക്ഷെ ഷേക്സ്പിയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രഭു, ആ പ്രഭുവിന്റെ കാമുകിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനാണ് 156 സോണറ്റ്സ്, പ്രണയ കവിതകളാണ് എഴുതി. ആ സോണറ്റ്സ് എഴുതി 156 എഴുതുമ്പോഴേക്കും അത് വായിച്ചു അവരുടെ സംഘർഷങ്ങളൊക്കെ തീർന്നു, അവര് ഐക്യപ്പെട്ടു. അപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, അത് ഐക്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ 300 സോണറ്റ് കിട്ടിയത്. പക്ഷെ 256 കഴിഞ്ഞപ്പോഴേക്കും ആ സുഹൃത്തായിട്ടുള്ള പ്രഭുവും തമ്മിൽ പിണക്കൊക്കെ തീർന്ന് അവർ ഹാപ്പി. അപ്പോഴും സോണറ്റ് നിർത്തി. ആ ഷേക്സ്പിയറെ നമ്മൾ ഓർക്കുന്നു. അന്നത്തെ എത്രയോ പ്രഭുക്കന്മാർ ആരും ഓർക്കുന്നു, ഈ പ്രഭുവിനെ ഓർക്കും, ഷേക്സ്പിയറുടെ ഫ്രണ്ടായിരുന്നു. പിന്നെ അൻഹദാവേനെ ഓർക്കും, ഷേക്സ്പിയറെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള 3 വയസ്സ് പ്രായം കൂടുതലുള്ള ഭാര്യയാണ്. ആ ഭാര്യയെ പേടിച്ചിട്ടാണ്. കുട്ടികളൊക്കെ അതിനിടയിലായിരുന്നു. അദ്ദേഹത്തിന് 18 വയസ്സും വൈഫിന് അൻഹദാവേക്കും 21 വയസ്സാണ്. സഹിക്കാൻ പറ്റാണ്ട് നാടുവിട്ടാന്ന് പറയുന്നത്. പക്ഷെ കണക്ട് ചെയ്ത് പറയും, ഷേക്സ്പിയറിന്റെ ഭാര്യ ഭയങ്കര ഭീകര സംഭവമായിരുന്നു. പക്ഷെ പിന്നീട് അയാൾ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അയാൾ പിന്നീട് കുതിരാലയത്തിന്റെ കീപ്പും, നമ്മൾ ഈ സൈക്കിളിന്റെ ടിക്കറ്റ് മേടിക്കുന്ന പോലെ കുതിരാലയത്തിന്റെ കീപ്പ്, കാട്ടം വലിക്കുന്ന ആള്, എഴുത്തുകാരൻ, അങ്ങനെ വന്ന് 36 കൃതികളൊക്കെ എഴുതപ്പെട്ട് പിന്നെ സോണറ്റ്സ് എഴുതി മരിക്കുമ്പോ ക്വീൻ എലിസബത്തിനെയും ഈ പ്രഭുവിനെയും ഇത് മാത്രമേ ഓർക്കുള്ളൂ. ക്വീൻ എലിസബത്തിനെ ഓർക്കാൻ കാരണം എന്താ, ക്വീൻ എലിസബത്തിന്റെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഷേക്സ്പിയർക്ക് എഴുതാനുള്ള സൗകര്യം. അപ്പൊ അങ്ങനെ ലോക ചരിത്രം നിൽക്കുന്നത് ആ ശ്രുതിയിലാണ്. ജോൺ കീറ്റ്സിനെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ജോൺ കീറ്റ്സിന് ഫാനി ബ്രൗൺ ആണ് അദ്ദേഹത്തിന് ഷൈറോൺ എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച കാമുകിയാണ്. അയാൾ 24 വയസ്സിൽ മരിച്ചുപോയി. അത്രയധികം പ്രണയകാവ്യങ്ങൾ എഴുതി. പക്ഷെ കാമുകി പെട്ടെന്ന് സ്ത്രീ വിരുദ്ധമായിട്ട് സംസാരിക്കണ പോലെ തോന്നരുതില്ല, ചരിത്രമാണ്. ഇയാൾ ഉപേക്ഷിച്ചു. പക്ഷെ എപ്പോഴും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുമ്പോൾ കീറ്റ്സിന്റെ മഹത്തായ ഓഡോൺ നൈറ്റിംഗേളും ഓഡോൺ ദി ഗ്രീഷ്യനെയൊക്കെ വായിച്ച് വലിയ വലിയ ഇസബല്ല പോലെ വലിയ വലിയ പ്രണയകാവ്യങ്ങൾ, റൊമാൻറ്റിക് പോയിന്റ്സ് പഠിപ്പിക്കുമ്പോൾ കണക്ട് ചെയ്ത് പറയും, ഇത്രയും മഹാനാണെന്ന് തിരിച്ചറിയാതെ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച ഒരു ഫാനി പ്രൗഡും. കുന്നിന്റെ മുകളിൽ ഒറ്റയ്ക്ക് പോവുക, പട്ടിണി കിടന്ന് അവിടെ ഇരിക്കുക, കുതിരകള് മേയുന്ന കുതിരകളെ നോക്കി കവിത എഴുതി, ഇങ്ങനെയൊക്കെ ഒരു ശീലങ്ങളാണ്. പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ മനസ്സുനി നമ്മൾ എഴുതുമ്പോൾ
ചങ്ങമ്പുഴയിലേക്ക് വരുമ്പോൾ അവസാന കാലത്ത് മനസ്സിനെ എഴുതിയത് ഒപ്പം നിന്ന് ചികിത്സിച്ച വൈഫിന് വേണ്ടിയിട്ടാണ്. അപ്പോഴും മനസ്സിനി എന്ന് പറഞ്ഞ ഉടനെ ചങ്ങമ്പുഴയുടെ അവസാനത്തെ കാലത്തുള്ള ഒപ്പം നിന്ന വൈഫിനോട് പോയി. പിന്നെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു ചരിത്രം അങ്ങനെ എടുക്കും. ക്രിമിനൽസിന്റെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ എടുക്കില്ല. അത് ബ്ലാക്ക് ഹോളിലേക്ക് പോയതാ. ക്രിമിനൽസിനെ ലോകത്ത് ആരും ആദരിക്കില്ല. ഹിറ്റ്ലർക്ക് വേണ്ടിയിട്ട് അവിടെ അനുസ്മരണ സമ്മേളനം ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ജർമ്മനിയിലുണ്ടോ? ഹിറ്റ്ലറെ എന്ന് സമാദരിച്ച് കളയാം, നടക്കൂല. ക്രിയേറ്റീവായിട്ട് ചെയ്ത മനുഷ്യൻ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റുഡൻസിൽ നിങ്ങൾ, എനിക്കറിയാം കുറെ പേരൊക്കെ നല്ല ഗംഭീരമായ ജോലിയും കാര്യങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാ കാലത്തും നമ്മൾ അധ്യാപകരായിരിക്കുമ്പോൾ എനിക്ക് ത്രോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ തന്നെ പ്രതിമാസം തുടങ്ങുമ്പോൾ 91-92 തുടങ്ങുമ്പോഴാണ് ഇംഗ്ലീഷ് എടുക്കണം എന്ന് പറയുന്നത്. ഞാൻ സ്റ്റാർവില്ലിൽ നിന്ന് തുടങ്ങി. സ്റ്റാർവില്ല് ഉള്ളപ്പോ ഈ ഗോപി എന്താണ് നമ്മുടെ മണലൂർ ഗോപിനാഥൊക്കെ എന്റെ സ്റ്റുഡന്റാണ്. പിന്നീട് അറിയുന്നത് പക്ഷേ നിങ്ങൾ എന്റെ ഗുരുവാണ്. അദ്ദേഹം പോലീസിലുള്ളപ്പോ ഈ പറഞ്ഞ തുള്ളല് ഇത് പഠിപ്പിച്ചില്ലേ. പോലീസുകാരനായിരിക്കുമ്പോ തന്നെ ആർട്ടായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് കലോത്സവങ്ങളൊക്കെ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും കലോത്സവ ഇതിൽ കാണും, ഞാൻ ജഡ്ജായിട്ടൊക്കെ ഇതിലുമ്പോ പുള്ളി കൂട്ടി വിട്ടു. അപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മൾ ഹാപ്പിയാണ്. കാരണം വിനോദ് എന്ന് പറഞ്ഞാൽ ഇളകുന്ന ഇവിടെയുള്ളൊരു വിനോദ് ഒരു പോലീസ് ഉണ്ട്, വടക്കാഞ്ചേരി. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകം ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് മാത്രം ടാലന്റ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പോയിട്ട് ആർട്ടിസ്റ്റുകളാവാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ അകത്ത് പാട്ട്, എന്റെ മോനാണ് പാടിയത്. മ്യൂസിക്കിന്റെ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞാൽ 20ാമത്തെ ആൽബമാണ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇട്ടുണ്ടായിരുന്നു, പ്രപഞ്ചമേ അമ്മയെന്ന്. ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ മണികണ്ഠൻ അയ്യപ്പയാണ് പാടിയത്, പല്ലോട്ടിയിലേക്ക് മ്യൂസിക് ഡയറക്ടർ. വൈഫിനെ കുറിച്ച് പറയുമ്പോൾ മ്യൂസിക്കിന്റെ പ്രൊഫസറാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഡോക്ടർ ശ്രീജ KT. അതൊക്കെ നമ്മളിങ്ങനെ പുതുക്കണ്ണാടി വെച്ച് തപ്പിയെടുക്കുന്നതാ. കേരളത്തിലൊക്കെ നാടാൻ ചെയ്യുമ്പോൾ കാരണം അത്ര എളുപ്പമൊന്നുമല്ല എൻ്റെ അടുത്ത് ഇങ്ങനെ മിങ്കിൾ ചെയ്യാനേ. നമ്മൾ ഭയങ്കര റഫാണല്ലോ. സത്യം പറയാലോ, മഞ്ഞ കോളേജിൽ പോലും പലപ്പോഴൊക്കെ നമ്മൾ ഫ്രഷ് ആവാണ്ടൊക്കെ വന്നു നേരെ റിഹേഴ്സലായിട്ട് നിന്ന് ക്ലാസ് എടുക്കുക. ഇന്ത്യൻ ആർട്സ് കോളേജിൽ ഞാൻ ഇരിക്കുമ്പോൾ PTCയിലൊക്കെ പറയും പിള്ളേർ ഫ്രണ്ട് റോയിലുള്ള പിള്ളേർ ഒന്നും മാറിയിരിക്കണം നല്ലതാ. എന്താ പക്ഷേ ബോധം കെട്ടുപിടിക്കും, പല്ല് തേച്ചിട്ടൊന്നും ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. നേരെ ക്യാമ്പീൻ അപ്പൊ മേക്കപ്പിന്റെ സാധനമൊക്കെ ഉണ്ടാവും. നേരെ ഓടി ക്ലാസ് എടുക്കാൻ ഉത്തരവാദിത്വം ഭയങ്കരമായിട്ടേ ടൈമിൽ തന്നെ ഒന്നും എടുക്കണ്ടേ. പിന്നെ പറ്റാണ്ടായപ്പോഴാണ് BT സുരേഷിന് പറഞ്ഞു വേറെ ആളെ പഠിപ്പിക്കോ. പറ്റില്ല, പക്ഷെ ഞാൻ നാടകമായിട്ട് പോകുന്നു, ഓടിയെത്താൻ പറ്റില്ല. എന്നോട് നാടകം നിർത്തി, ക്ലാസ് മാത്രം മതി. പിറ്റേ ദിവസം നമ്മൾ സല്യൂട്ട് ചെയ്തു. മണ്ണിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സമയം അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടാന്ന് പറയുള്ളൂ. അപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മളിപ്പോ പച്ച മനുഷ്യനായിട്ട് പറയുന്നത് അവിടെയൊന്നുമില്ല. അത് ഇങ്ങനെയുള്ള 2 ദിവസം ഇട്ട് ചോദിക്കുന്ന സെന്റ് പൂശി വരാ പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ എപ്പോഴും കാണുന്നത് ഇതിനെ സത്യസന്ധമായിട്ട് സമീപിക്കുക. ഞാൻ നോണൊന്നും പറഞ്ഞിട്ടില്ല തന്നെ പറയാം. എനിക്ക് ഇഷ്ടമല്ല നോണ പറയാറ്. അപ്പൊ അവിടെ ഞങ്ങൾ ചേർപ്പിലൊക്കെ കമ്പനി കൂടിയിരിക്കുന്ന നേരത്ത് സ്മോളൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട്. വൈഫ് വിളിച്ചാലോട് ഞാൻ സ്മോൾ കഴിച്ചിരിക്കും, 2 അടിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഇന്ന ആൾക്കാരുണ്ട്. നോണ പറയാൻ പറ്റില്ല എനിക്ക്. എന്റെ ഞാനിപ്പോഴേ പാലക്കില് എത്തിയിട്ടുണ്ടെന്ന് പറയും. വേറെ കൂടിയുള്ളതാണ്. എനിക്കൊരു ഇവിടെ നാട്ടിലെങ്കിലും കളവ് കുടിക്കുക. അടുത്ത വണ്ടിയിൽ വിളിച്ച് അപ്പുറത്ത് മാനൻസിലും മെഡിസിൻ മേടിക്കാൻ പറ്റുന്ന നേരത്താണ്. വൈഫ് ബുദ്ധിയുള്ള ഉടനെ വരില്ലോ, പെട്ടെന്ന് വന്ന് നോക്കി. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോണാണ്. അപ്പൊ ഞാൻ എനിക്ക് പറ്റില്ല. കാരണം കാലത്ത് എഴുന്നേറ്റിട്ട് നമ്മൾ ഇന്നലെ ഏത് നോണിയാണോ പുലിപോലായില്ല എന്ന് 2ാമത് ചോദ്യം. ഇന്നലെ ഈ സമയത്ത് എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഓർമ്മയെന്ന് പോയാൽ പണിയാവും. അപ്പൊ നമ്മള് സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞു നിർത്താം. അപ്പൊ പരമാവധി ഫാമിലി ലൈഫില് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുക. ഒതല്ലോ ഡെസ്മോണ്ട് സിൻഡ്രോമോ വരാതിരിക്കും. ഷേക്സ്പിയർ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പല ദുരന്ത നാടകങ്ങളും ഒന്ന് തുറന്ന് സംസാരിച്ചിങ്ങനെ നാടകം എഴുതാൻ പറ്റില്ല എന്നുള്ള വേറെ കാര്യം. കാരണം ഡെസ്റ്റമോണ്ട് ഓതല്ലോട് ചോദിക്കുന്നത് ആ കർച്ചീഫ് പോയി നീ വീടിന് കൊടുത്തുണ്ടോ എന്നൊക്കെ ഓതല്ലോട് ഡെസ്റ്റമോൺ അല്ല ഓതല്ലോ ഡെസ്റ്റമോൺ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ആ കൊലപാതകം നടക്കില്ല. അപ്പൊ പിന്നെ ജൂലിയസ് സീസർ കുത്താനായിട്ട് ഒരു മാർക്കാനണി മാത്രം പുറത്തുള്ളൂ, ബാക്കി സക്കലെണ്ണം ഈ ബ്രൂട്ടസ് ഒക്കെ അവിടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആണ്. ഈ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പോലും
കാഷ്യസ് ഇങ്ങനെ പിരിവെച്ചിട്ടുണ്ടെന്നും കാസ്ക പിരിവെച്ചിട്ടുണ്ടെന്നുള്ളതും ബ്രൂട്ടസ് ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കൊണ്ടുവരില്ല. അന്ന് 10 മണിക്കാണ് കൊല്ലാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ തുറന്നു പറയാതെ വരികയും അതുകൊണ്ടാണ് ആ വേർഡ് വരുന്നത്. യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് പറയുന്ന വാക്ക് വരുന്നത്. കത്തിയെടുത്ത് ബ്രൂട്ടസ് വരുമ്പോൾ നീയും ബ്രൂട്ടസ് ലോക പ്രശസ്തമായ വാക്കായി മാറാണ്. ആത്മസുഹൃത്ത് നിന്ന് പള്ളക്ക് കുത്താന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് സീസർ ഭായി നിങ്ങള് ഭയങ്കര അംബീഷ്യസ് ആണ്, നിങ്ങൾക്ക് എതിരുള്ള പാര അവിടെ നടക്കുന്നുണ്ട്. കാസ്കോയും വരും കാഷ്യസും കൂടി ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ഫാക്ഷൻ ആയിട്ടുണ്ട്, കൊല്ലാനുള്ള പരിപാടി ഉണ്ട്. എന്നെയും പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ അതിൽ പെടാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞെങ്കിൽ കാസ്കയില്ല. അപ്പൊ ഷേക്സ്പിയർക്ക് ജൂലിയസ് സീസർ എഴുതാൻ പറ്റില്ല. അത് ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു. ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന നാടകങ്ങൾ ഇങ്ങനെയുള്ള നമ്മുടെ ക്വീൻ പറയുന്നത്, നിങ്ങൾ ഈ രാജാക്കന്മാരും ഭയങ്കര ദുരന്താന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെയുള്ള പണിയാണ് തരണേന്ന് കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ക്വീൻ എലിസബത്ത് തല്ലുകൂടിയിട്ട് ഇയാളായിട്ട് എല്ലാ മാക്ബത്ത് ഹാംലെറ്റ് ഒക്കെ അവസാന ദുരന്തങ്ങളാണ് വെക്കുന്നത്. ജൂലിയസ് നമ്മുടെ റോമിയോ ജൂലിയറ്റ് എല്ലാ റോയൽ പ്ലോട്ടുകളിലെല്ലാം രാജാക്കന്മാരെ ഒന്നുകിൽ അതിമോഹികൾ കൊല്ലപ്പെടുന്നു. അപ്പൊ എനിക്കിട്ടുള്ള പണിയാണോ നിങ്ങൾ തരുന്നത് ഷേക്സ്പിയർ ചോദിച്ചിട്ടുണ്ടല്ലേ എലിസബത്ത്. പിന്നീട് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ജനാധിപത്യം എന്ന് പറഞ്ഞത് നമ്മൾ വാക്കാൻ പറയുന്നതല്ല, തുറന്ന് സംസാരിക്കാൻ കൂട്ടുകാരും ഫാമിലി ഭാര്യയും ഭർത്താക്കന്മാരും തയ്യാറല്ലെങ്കിൽ സംശയത്തിന്റെ സിൻഡ്രോം കയറിയാൽ 8ന്റെ പണി കിട്ടുന്നുള്ളതാണ് ഷേക്സ്പിയർ തിരിച്ച് ജനതയോട് പഠിപ്പിച്ചത്. അതിനിങ്ങനെ ഒരു ദുരന്തപ്പൂ നാടകം എഴുതിയേ പറ്റുള്ളൂ. ഹാപ്പി നാടകങ്ങൾ ധാരാളം ഇത് എഴുതിയേ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് പിന്നെയും പറയാനുള്ള പാഠം. പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പുതിയ തലമുറപ്പ് എനിക്ക് തോന്നുന്നു അങ്ങനെയെന്ന് തോന്നിട്ടാ അല്ലെ, എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയെന്ന് തോന്നുന്നു. ന്യൂ ജനറേഷൻ ഒന്നും മാറിയില്ല അവർ. അതുകൊണ്ട് അവർ തോളിലൊക്കെ കഴിട്ട് നടക്കണോ പഴയ ആൾക്കാർക്ക് തൊടാൻ പാടില്ലാത്ത സംഗതികൾ എന്നാണ് പലരും ധാരണയെ. അവര് ഹാപ്പി ആയിട്ട് നടക്കുന്നു, അവര് മെൻസസിനെ കുറിച്ച് പറയുന്നു, എല്ലാം പറയുന്നു. അതുപോലെ തന്നെ പ്രൊഫഷണലി അവര് ആമ്പായിട്ട് ജോലി എടുക്കുന്നു. ഫ്രഷ് നമ്മുടെ സിനിമകളിലൊക്കെ ഉണ്ട്. നമ്മുടെ മക്കൾ അതുകൊണ്ട് മമ്മി ഞാനെന്നൊരു കൂട്ടുകാരെയും കൊണ്ടുവരുന്നത് വന്നിടി അവൾക്ക് എന്ത് താല്പര്യം, ഫുഡ് എന്താ കൊടുക്കാം, പിന്നെ പോയി പ്രണയാകാതിരിക്കാം. ഡോണ്ട് വറി, ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട്. അങ്ങനെ അതാ കുറച്ചുകൂടി നല്ലത്. എനിക്കവിടെ തുറന്ന് പറഞ്ഞ് തീർക്കാം കാര്യങ്ങൾ. പക്ഷെ ഇതൊന്നും ഭരണാധികാരികളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഫാസിസ്റ്റുകളോട് ഒട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഹിറ്റ്ലറൊക്കെ അവസാനം പേടിച്ച് തൂറി പോലും വെടിവെക്കും. എത്ര തോക്ക് ഫാക്ടറികളും എത്ര ബുള്ളറ്റ് ഫാക്ടറികളും ഉണ്ടാക്കിയ മനുഷ്യന്. പക്ഷെ അയാൾക്ക് ഒരു ബുള്ളറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ വഹ്റൂൺ എന്ന് പറഞ്ഞാൽ കാമുകി, പിന്നീട് വെപ്പാട്ടി, പിന്നെ കാമുകി, പിന്നീട് ഭാര്യയൊക്കെ കൊല്ലാം. അത് പോയസം കൊടുത്ത് കൊല്ലുന്നതിന് മുമ്പ് ഭാര്യയൊക്കെ അവർ കുറെ തുറന്നു പറയുന്നു. ഒരു ലോകക്രമത്തില് ഈ ഇങ്ങനെയുള്ളൊരു അവസ്ഥ നമുക്ക് എന്തിനേയും നമുക്ക് നേരിടണം. ഈ പറഞ്ഞ ഈ കൂടുതൽ ചേരുന്ന മാഷ് പറഞ്ഞ പോലെ വാട്സാപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കള് അവരുടെ ടേസ്റ്റ് അവര് ഫ്രണ്ട്ലി ആയിട്ട് സമീപിക്കുക. എന്താ താല്പര്യം എന്നുള്ളത് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓരോ ഡൈനിങ് ടേബിളും ജനാധിപത്യത്തിന്റെ ഒരു സ്പേസ് ആയിട്ട് മാറ്റുക. പലപ്പോഴും അച്ഛൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഭാര്യകൾ ലാസ്റ്റ് കഴിക്കുക, അതൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുക, അങ്ങനെ രീതിയാണ്. എന്തായാലും നമ്മൾ വളരെ സന്തോഷമുണ്ട്. യൂട്യൂബിൽ നമ്മളിടും, ടൈറ്റിൽ അടിച്ചിട്ടുണ്ട്, ഡോണ്ട് വറി. ഇനിയും വല്ലപ്പോഴും കൊല്ലത്തിലൊരിക്കലും കൂടുക. എല്ലാ ബാച്ചും ഇങ്ങനെ വരണം, ശരിക്കും മാതൃകയാവണം. ഓൾ ദ ബെസ്റ്റ്. ചാക്കോമാരുടെ 98-99 കാലഘട്ടത്തിലേക്ക് എല്ലാവരും തിരിച്ചു പോയി. അതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുപേരൊന്നും ശ്രദ്ധിക്കാത്തവരുണ്ട്. ഷേക്സ്പിയറിനെ ഓർത്തല്ലേക്ക് മറന്നിരിക്കുകയാണ്. ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളത് ഓർമ്മിപ്പിച്ചു. ഇനി കുറച്ചും കൂടി കൂടുതൽ ഓർമ്മകൾ നമുക്ക് തരാൻ വേണ്ടി മല്ലിക